ഈ ടിക്കി ടാക്ക എന്ന് പറഞ്ഞ മൂവിയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എന്തോരം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ജിമ്മിൽ പോകുന്നു, നടക്കാൻ പോകുന്നു, ഫുഡ് കഴിച്ച അപ്പൊ തന്നെ പിന്നെ ഇറങ്ങി നടക്കും. അത് കാണുമ്പോൾ നമ്മൾ വീട്ടിൽ പണിയെടുക്കാതിരുന്നത് മോശമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് കുറച്ച് ബോധം വരും. കുറച്ചുകൂടെ പണിയെടുക്കണം ഇതിനു വേണ്ടി. വീട്ടിൽ ഉമ്മയൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് കാശ് കൊടുക്കാൻ പറ്റണം. അതാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷറി. എന്റെ കയ്യിൽ കാശില്ലെങ്കിലും ഉമ്മ കുറച്ച് പൈസ വേണമല്ലോ എന്ന് ചോദിക്കുമ്പോ എനിക്കത് കൊടുക്കാൻ പറ്റണം. കാര്യം ഞാനാണ് വീട്ടില് ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫോണിൽ കിട്ടാൻ ചാൻസ് എപ്പോഴും ഞാനാണ്. ഞാനല്ലെങ്കിൽ ഇത് കടയെടുത്ത് പോയി ചോദിച്ച് ഇത് വാങ്ങിച്ച് കൈ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ അയക്കുമ്പോ ഇവർക്ക് മനസ്സിലാവും ഇതിനെന്തോ പണിയുണ്ട്. അപ്പൊ ഇവ കാശ് ഉണ്ടാക്കുന്നുണ്ട്. പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ സിനിമയില്ല ഒരു കറങ്ങി നടക്കും. പക്ഷെ ഇത്താത്ത തന്നെ വിളിച്ചിട്ട് പറയാടാ ഞാൻ നിനക്ക് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്, നീ അത് ഉമ്മക്ക് അയച്ചു കൊടുക്ക്. എന്നിട്ട് ഞാൻ ഓക്കെ ഞാൻ അയച്ചു കൊടുത്തോളാം. അപ്പൊ ഉമ്മ ഓർക്കുമ്പോഴത്തേക്ക് The support I value the most in my life comes from support. ജീവിതത്തിൽ കിട്ടിയേക്കുന്ന ഒരു സപ്പോർട്ട് എന്റെ ഇത്തത്താണ്. ഇത്തത്താണ് എനിക്ക് ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ എനിക്കത് കത്തിട്ടോ പറയുന്ന ഓരോ ഇൻസിഡന്റ് വെച്ച്. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഒരു സിംഗ ആയത് ഇത്താത്ത വന്നപ്പോഴാണ്. ഒരു പെണ്ണിന്റെ കുറവുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയില്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്കൊരു സിസ്റ്റർ ഇല്ലാത്തത്. ആ ഒരു വിഷമം മാറിയത് ഇത്താത്ത. എനിക്ക് കാറ് വാങ്ങിച്ചു തന്നു, എനിക്ക് എല്ലാ സർപ്രൈസും. തിരിച്ച് ഇക്കാടെ പോയിട്ടേക്ക് ഞാൻ ബാലരമയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കാശില്ല, മറ്റേ നൊസ്റ്റാൾജി ആയിക്കോട്ടെ ഐഡിയ. വീട്ടിലെല്ലാവരുടെയും ഷൂ ചെരുപ്പെല്ലാം ഇടയ്ക്ക് രാവിലെ എന്റെ ക്ലീൻ ചെയ്യും. അപ്പൊ ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് എന്റെ ഷൂ ആണെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇപ്പൊ അടുത്തേക്ക് പോകണ്ട. അപ്പൊ തുടങ്ങും മറ്റേ എനിക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിച്ചൂടെ. അപ്പൊ ഇത്താത്ത തന്നെ കണ്ണുകൊണ്ട് കാണിക്കും ഓടിക്കോ. ഞങ്ങളിപ്പോ കുറച്ചുകൂടെ കമ്പനിയായി. പണ്ട് ഞങ്ങൾ കുറച്ച് തിരിമ്പം പോകാറുണ്ട്, ഞങ്ങൾ അധികം അടുക്കില്ലായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ പുള്ളി കുറച്ചൊക്കെ മാറി. കുറച്ചൊക്കെ പുള്ളി കൺട്രോൾ ചെയ്യാനും പുള്ളി ദേഷ്യം വരുമ്പോ എനിക്ക് അറിയാം, എനിക്ക് ആ സ്മെല്ല് കിട്ടും ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ഞാൻ പരിസരത്തേക്ക് പോകാറില്ല. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മോസ്റ്റ് ഓഫ് ദ പുതുമുഖ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും എല്ലാം വരുന്നത് ഒരു യൂട്യൂബ് ഷോർട്ട് ഫിലിം കൂടിയൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു 2 വർഷം മുന്നേ വന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. അതിന്റെ താഴെ ഞാൻ വായിച്ച കമന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ എന്നായിരുന്നു. അപ്പൊ ആ ഒരു സംഭവമായി നമുക്ക് മാർച്ച് 6 വരുന്നുണ്ട്. അതിന്റെ മെയിൻ ലീഡാണ് എന്റെ കൂടെയുള്ളത് അസ്കർ അലി. ഹലോ അസ്കർ. ഹലോ. ഒരു സംഭവമാണല്ലേ സംഭവം ആവട്ടെ. സംഭവം ആവട്ടെ. അസ്കറിലേക്ക് എങ്ങനെയാണ് എത്തിയത് സംഭവം? ഇതിന്റെ ഡയറക്ടർ ഇതിനു മുമ്പ് ഞങ്ങൾ 2 സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവരും വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു പ്രൊഡ്യൂസറെ നമ്മൾ കൺവിൻസ് ചെയ്യണമെങ്കിൽ അവരെന്തേലും ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ പ്രൊഡ്യൂസേഴ്സിന്റെ ഒക്കെ നോക്കിയിട്ടൊന്നും സെറ്റ് ആവാതെ വന്നപ്പോഴാണ് അവർ ഈ ഷോർട്ട് ഫിലിം ചെയ്തത്. ഷോർട്ട് ഫിലിം അത്യാവശ്യം നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ അവർക്ക് പറ്റി. അത്യാവശ്യം ആൾക്കാർക്ക് ഭയങ്കര വർക്കായി. അപ്പൊ ആ സിനിമയാക്കി നമുക്ക് മാറ്റാം എന്നുള്ളൊരു പ്ലാനിലേക്ക് വരൂ. അങ്ങനെയാണ് ഇതിലേക്ക് ഒരു പ്രൊഡ്യൂസർ വന്നു. എനിക്ക് എവിടെയോ അസ്കർ പറയുന്ന കേട്ടു, ഞാൻ മെയിലൊന്നെങ്കിൽ പണിയാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണെന്ന് അസ്കർ ഇതിന് മുന്നേ എവിടെയോ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഇപ്പൊ നമ്മൾ ത്രില്ലർ എന്ന് പറയുമ്പോൾ ഫിസിക്കലിയും ഇമോഷണലി നമ്മൾ ഇടണ്ടേ ശരിക്കും പറഞ്ഞ ഒരു എഫേർട്ട്? ഈ പറഞ്ഞ നമ്മള് ഇതിന്റെ ക്രൂ മൊത്തം ഭയങ്കര യങ്ങായിട്ടുള്ള, ഏകദേശം ഞങ്ങളെല്ലാം സമപ്രായക്കാരായിരുന്നു. അതുകൊണ്ട് പിന്നെ ഷൂട്ട് കാട്ടിലും രാവിലെ നമ്മൾ 6 മണിക്ക് കാട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മണി വരെ ഈ കാടിനകത്ത് തന്നെയാണ് ഞങ്ങള് ക്രൂവും. പിന്നെ വല്ല ആനയും പുലിയും ഒക്കെ മാത്രമേ കാണുള്ളൂ. അവിടെ പാമ്പൊക്കെ ആയിരിക്കും. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ആ ഒരു മൂഡിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി കേറും. നമ്മൾ സെറ്റ് ഒന്നും ഇട്ടല്ല, ശരിക്കും കാട്ടിൽ തന്നെയാണ്. നമ്മള് പാലക്കാട് ധോണി ഫോറസ്റ്റിലാണ് കൂടുതൽ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഒരു 80% നമ്മൾ കാടിനകത്ത് തന്നെയാണ്. ഭയങ്കര രസമായിരുന്നു കാട്. നമ്മൾ ആദ്യമേ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, പാമ്പൊക്കെ കാണുമോ. പിന്നെ മറ്റേ പാമ്പൊക്കെ വരുമ്പോ നമ്മള് മാറ്റി ചെറിയ പാമ്പൊക്കെ അതിൽ കൂടെ പോകുന്ന കാണാം. പിന്നെ ഇതിനൊന്നും നമ്മൾ അങ്ങോട്ട് പോയി ഉപദ്രവിക്കാതിരുന്നത് ഇല്ലാതോടെ ഇരുന്നോളൂ. മലയാളത്തില് ഈ ഇവോൾവ് ആയി വന്ന ആക്ടേഴ്സിൽ ഒരു മെയിൻ എക്സാമ്പിൾ ആണ് അസ്കറിന്റെ ഇക്ക, ആസിഫിക്ക എന്ന് പറയാം. അപ്പോ ആ ഇക്കാടെ ഒരു ഇതില് ഇപ്പം പെട്ടെന്ന് തിരിച്ചു വന്നു, ഒരു 2-3 മൂവീസ് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇക്ക തന്ന ഒരു അഡ്വൈസ് പെട്ടെന്ന് തിരിച്ചു വന്നതാണല്ലോ, ഒന്നോടെ ലെറ്റ് മീ ട്രൈ വൺസ് അഗൈൻ എന്ന് പറഞ്ഞായിരുന്നു. ഇക്ക
ഇക്ക ഞാൻ എപ്പോഴും പറയുന്നത് ഇക്ക അങ്ങനെ എനിക്ക് സിനിമകൾ സംസാരിക്കാറില്ല, ഇക്ക അങ്ങനെ ഉപദേശമായിട്ടൊന്നും പറയാറില്ല. ബട്ട് പുള്ളി ഹാർഡ് ചെയ്യും. ഇപ്പൊ എനിക്ക് തോന്നുന്ന ഈ ടിക്കി ടാക്ക എന്ന് പറഞ്ഞ മൂവിയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. പുള്ളി അതിനുവേണ്ടി എന്തോരം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ പുള്ളി ഡയറ്റ് എടുക്കുമ്പോ പുള്ളിയുടെ മുമ്പിൽ ഇരുന്ന് ബിരിയാണി കഴിക്കണേ. കാര്യം പുള്ളി ജിമ്മിൽ പോകുന്നു, നടക്കാൻ പോകുന്നു, ഫുഡ് കഴിച്ച അപ്പൊ തന്നെ പിന്നെ ഇറങ്ങി നടക്കും. പുള്ളി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഭയങ്കര അത് കാണുമ്പോ നമ്മള് വീട്ടിൽ പണിയെടുക്കാതിരുന്നത് മോശമാണല്ലോ എന്ന് ഓർക്കുമ്പോ നമുക്ക് കുറച്ച് ബോധം വരും. കുറച്ചുകൂടെ പണി എടുക്കണം ഇതിനു വേണ്ടി, മൂവീസിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇപ്പം ഞാൻ ചോദിച്ച പോലെ തന്നെ എല്ലാവരും ചെയ്യേണ്ട ആസിഫ് അലിയുടെ ബ്രദർ എന്ന് പറയുമ്പോഴേ ശരിക്കും ഒരു പ്രഷർ ആണോ അതോ ഒരു സ്ട്രെങ്ത് ആണോ, എന്താ സംഭവം ശരിക്കും? അത് കയ്യില് കാശില്ലാതെ വരുമ്പോ അതെനിക്ക് ഭയങ്കര സ്ട്രെങ്ത് ആണ്. ഏത് നിമിഷവും വിളിച്ച്, ഏത് സമയത്തും ഇക്കാടാണെങ്കിലും ഇത്താത്താണെങ്കിലും വിളിച്ച് പൈസ ചോദിച്ച് അത് ഒരു സ്ട്രെങ്ത്. പിന്നെ ഇത് എനിക്കൊന്ന് ഏതൊരു ഫീൽഡിലും നമുക്ക് കഴിവില്ല പിടിച്ചിരിക്കാൻ പറ്റില്ല. പറയുമല്ലേ എത്താൻ എളുപ്പമാണ് എന്നൊക്കെ, പക്ഷെ നമ്മളത് വലിയ പാടാണ്. ഒരു സിനിമയൊക്കെ നമ്മളെ വെച്ച് ആരെങ്കിലും ചെയ്യും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പ്രൊഡ്യൂസറാണ് മറ്റേ പടത്തിന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ആരനിയനും മകനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പ്രേക്ഷകരാണ് സിനിമ കാണുന്നത്. അവർക്ക് നമ്മുടെ അഭിനയവും നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇക്ക അതിന്റെ ഇടയിലൊന്നും ഇടപെടാറൊന്നുമില്ല, ഒന്നും സംസാരിക്കാറില്ല. ഓക്കെ. ഇനി കമ്മിങ് ബാക്ക് ടു മൂവി ഇറ്റ്സെൽഫ്, നമ്മുടെ സംഭവം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കണ്ടായി മ്യൂസിക് ഡയറക്ഷന്റെ കാര്യമൊക്കെ. അപ്പം വിഷ്ണു കോവിന്ദാണ് മിക്സിങ് ചെയ്യുന്നത്. അല്ലാണ്ട് ഞാനതാ പറഞ്ഞ സംഭവത്തിന്റെ ഓരോ ബീറ്റ് ഭയങ്കര ഗ്രിപ്പിങ്, നമ്മൾ പറയില്ലേ ടിപ്പ് ഓഫ് ദ സീറ്റ് ആക്കുന്ന പോലത്തെ മ്യൂസിക്. പുതിയ മ്യൂസിക് ഡയറക്ടറാണ് ഗോഡ്വിൻ എന്ന് പറഞ്ഞ, അവൻ തന്നെയാണ് ഷോർട്ട് ഫിലിം ചെയ്തേക്കുന്നത്. ആള് തന്നെയാണ് ഇതിന്റെ ചെയ്യുന്നത്. ഞാൻ വിനീതേട്ടന്റെ കാര്യം ഞാൻ ഇടയ്ക്ക് വിട്ടുപോയി ചോദിക്കാൻ വേണ്ടി. വിനീതേട്ടനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നു? നമ്മൾ വിനീതേട്ടനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു വിനീതേട്ടൻ എബോവ് 45 അല്ലേ, പക്ഷെ ആളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും ഒരു 35-നുള്ളിലൊക്കെ നിൽക്കുന്ന. ഞാൻ പറയാം ഇടയ്ക്ക് വിനീതേട്ടൻ ഞങ്ങൾ അടുത്തേക്ക് നിങ്ങൾ മാറുന്നേ, എനിക്ക് പ്രായം കൂടുതൽ തോന്നിക്കുന്നത്. വിനീതേട്ടൻ പുള്ളി എല്ലാം കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് എഴുന്നേക്കുന്നു. ഞാൻ കണ്ടേക്കുന്ന വിനീതേട്ടൻ അങ്ങനെയാണ്, ഓവർ അലമ്പൊന്നുമില്ല, ഡിസിപ്ലിൻ ആയിട്ടുള്ള പരിപാടികളാണ്. നിങ്ങൾ കുറെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യും. പിന്നെ ആക്ടേഴ്സ് പൊതുവെ പറയും ഞങ്ങൾ കുറെ യാത്ര ചെയ്യും, ഞങ്ങൾ കുറെ പേരെ ഒബ്സർവ് ചെയ്യും, എവിടെന്നെങ്കിലും ആരുടെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു മാനർസോ കാര്യമോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ എവിടെയെങ്കിലും ഉപയോഗിക്കാനൊക്കെ നോക്കുന്നു നോർമലി പറയാറുണ്ടല്ലോ. അങ്ങനത്തെ പരിപാടി വല്ലതും ഉണ്ടോ ആസ്കറിന്? കുറച്ച് പാടാൻ അത്രയും ശ്രദ്ധയുള്ളവർക്കൊക്കെ പറ്റായിരിക്കും. എനിക്ക് ഒന്നാമത് ഈ പറഞ്ഞ പ്രകൃതി ഭംഗിയൊന്നും ഈ പറഞ്ഞ 28 ദിവസം കാട്ടി നിന്നപ്പോഴാണ് കാടിന്റെ ഒരു ഭംഗി എനിക്ക് അല്ലാതെ എനിക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ഒരു കഴിവൊക്കെ വളരെ കുറവാ. ഞാൻ ഫ്രണ്ട്സായിട്ട് ചില്ല് ചെയ്ത് വരിക. അപ്പൊ നമുക്ക് കഥ പറയാം. പിന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ നമുക്ക് അറിയാലോ ഓരോരുത്തരുടെ ക്യാരക്ടറും എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ. അല്ല ഞാൻ വെറുതെ ചോദിച്ചാ, കാരണം ഈ പോലീസ് വേഷങ്ങൾ വരാൻ നേരത്തെ എപ്പോഴും എല്ലാവരും പറയും ഞാൻ ഒന്നീന്ന് എങ്ങനെയെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിട്ടൊക്കെ നോക്കും. മേ ബി ലുക്ക് വൈസ് ആവാം, പക്ഷെ എനിക്ക് തോന്നുന്നു രണ്ടിലും ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് ആണ് അല്ലേ? പടം കഴിയട്ടെ, ഞാൻ നോക്കട്ടെ കറക്റ്റ് ആണോ എന്നിട്ട് ഞാൻ പറയില്ലെങ്കിൽ അവർക്ക് ഇതൊന്നും സിനിമയെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കും. ഓക്കെ, എന്നാ നമ്മളത് വിട്ടിരിക്കുന്നു. ഞാൻ ഇതിനു മുന്നേ പലയിടത്തും പറയുന്നുണ്ട് ഇക്ക അത്ര എക്സ്പ്രസീവ് അല്ല എന്ന് പറയുന്നത്. പക്ഷെ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു മെന്റൽ സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ആശ്വാസം ഇക്ക എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങനെ എന്തെങ്കിലും? ഞങ്ങള് സിനിമ സംസാരിക്കല്ലോ, പക്ഷെ ഞങ്ങൾ ഇപ്പൊ കുറച്ചുകൂടെ കമ്പനിയായി. പണ്ട് ഞങ്ങൾ കുറച്ച് തിരിമ്പമ്പ് പറഞ്ഞു, ഞങ്ങൾ അധികം അടുക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യാനും ചില്ല് ചെയ്യാനൊക്കെ നമ്മൾ ഒരുമിച്ച് തുടങ്ങിയപ്പോ നമ്മള് നേരത്തെ നമുക്ക് കൂടാൻ എന്നൊരു മൂഡാണ് നമുക്ക്. അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര രസമാണ്. വലിയ മറ്റേ നേരത്തെയൊക്കെ എന്നെ ഇച്ചിരി പുള്ളി പിടിച്ചാ വെച്ചിരുന്നു, ഇവന്റെ പോക്ക് ശരിയാണോ എന്നൊക്കെ ഉള്ള രീതിയില്. സിനിമയിലല്ല, കൂട്ടുകെട്ടിന്റെ കാര്യത്തിൽ. ഇപ്പൊ പുള്ളി കുറച്ചുകൂടെ ഒരു കമ്പനിയായി സംസാരിക്കാനും നമ്മള് പറഞ്ഞ ഒരുമിച്ച് ട്രാവൽ ചെയ്യാനൊക്കെ തുടങ്ങി കുറെ ഫ്രീ ആയി. ഞാൻ എന്താ വെച്ചാൽ എപ്പോഴും അസ്കർ ഇങ്ങനെ പറയുന്ന പല ഇന്റർവ്യൂലും കേട്ടിട്ടേ ഞാനിങ്ങനെ നോക്കുമ്പോ എനിക്ക് ഭയങ്കര സിമിലാരിറ്റി തോന്നി. ഇക്കാടെ ഒരു ഫ്രണ്ട്സ് അസ്കറിന്റെ ഫ്രണ്ട്സിനെ പറ്റി പറയുമ്പോ അതങ്ങനെ ഇതായിട്ട്, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസം തോന്നാറില്ല ആ ഒരു കാര്യം. അതാ ഞാൻ എടുത്ത് ചോദിച്ചത്. ഡിഫറെന്റ് ഇന്റലക്ച്വൽ ഫ്രണ്ട്സ് ആണോ? അല്ല, ആരും ഇല്ല. ഇല്ലേ മാറ്റിക്കളയും നമ്മൾ. ഇന്റലക്ച്വൽ ഉണ്ടെങ്കിൽ ഇറങ്ങിക്കോന്ന്.
ഓക്കെ, എൻ്റെ ഒരു ചെറിയ സെഗ്മെന്റ് ഉണ്ട്, ഞാൻ ചോദിച്ചോട്ടെ. സക്സസ് എന്ന് പറയുന്നത് അസ്കറിന് എന്താണ്? സക്സസ് എന്ന് പറയുന്നത് എനിക്ക് വീട്ടിൽ ഉമ്മയൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് കാശ് കൊടുക്കാൻ പറ്റണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷറി. എൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ ഉമ്മ എടുത്തിട്ട് ഉമ്മനെ കുറച്ച് പൈസ വേണമല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് ഇക്കടൊന്നും കൊടുക്കാൻ പറ്റണം. കാര്യം ഞാനാണ് വീട്ടിൽ ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫോണിൽ കിട്ടാൻ ചാൻസ് എപ്പോഴും ഞാനാണ്. ഞാനല്ലെങ്കിൽ ഇത് കട പോയി ചോദിച്ച് ഇത് വാങ്ങിച്ച് കൈ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ അയക്കുമ്പോ ഇവർക്ക് മനസ്സിലാവും ഇവനെന്തോ പണിയുണ്ട്, അപ്പൊ ഇവ കാശ് ഉണ്ടാക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ ഫ്രണ്ട്സിന്റെ കൂടെ പോവാ, ഫ്രണ്ട്സിന്റെ ചെലവ് മൊത്തം എടുക്കുക, എനിക്ക് ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ പറഞ്ഞ ഫ്രണ്ട്സ് എല്ലാരും വരുമ്പോഴത്തേക്കും ആരും ഫുൾ അടിച്ചു വിളിക്കുക, ആരും വിഷമം ഒട്ടും പാടില്ല. അതാണ് സക്സസ് എന്ന് കാണുന്നത്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ സിനിമയിൽ അങ്ങ് അതല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ഒരു സ്മോൾ മൊമെന്റ് എന്തെങ്കിലും ആയിക്കോട്ടെ, പേരൻസിന് അത് അസ്കർ കൊടുത്തിട്ട് അസ്കർ എന്നും ചെറിഷ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഉമ്മയ്ക്ക് പൈസ ഇട്ട് കൊടുക്കുന്ന അല്ലാണ്ട് വേറെ പേരൻസിന് എന്താണ്, ഇതാണ് നമ്മള് എന്തെങ്കിലും ഒരു ചെറിയ മൊമെന്റ് ഉണ്ടെങ്കിൽ അവര് ഭയങ്കര ഹാപ്പി ചെയ്ത് നീ മിടുക്കനാണല്ലോ ടാസ്കർ എന്നോ. അത് ഭയങ്കര ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ അങ്ങനെ വന്നേക്കുന്നത് എന്തേലും ഫോൺ റീചാർജ് ചെയ്ത് കൊടുത്തോലെ, അല്ലാതെ എനിക്ക് ഓർമ്മയില്ല. അല്ല ഇത് പറഞ്ഞല്ലോ, ഇപ്പോഴാണ് ഞാൻ ഏൺ ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നതും. പിന്നെ അതിനും ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഇക്ക പെരുന്നാളാകുമ്പോ മറ്റേ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കും. ഇപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ മൂത്തമോൻ വാങ്ങിക്കുന്നതിന് വാങ്ങിച്ചോ. എനിക്ക് കുറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വേറെ കാര്യം. നമുക്ക് വേറെ എന്തിനേക്കാ വീട് വാങ്ങുന്നതിനേക്കാളും വലുത് ഇതാണ്. പണ്ട് എനിക്ക് മറ്റേ പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ സിനിമയില്ല ഒരു ഇതുമില്ല കറങ്ങി നടക്കും. പക്ഷെ ഇത്താത്ത തന്നെ വിളിച്ചിട്ട് പറയാടാ ഞാൻ നിനക്ക് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്, നീ അത് ഉമ്മക്ക് അയച്ചു കൊടുക്ക്. എന്നിട്ട് ഞാൻ ഓക്കെ ഞാൻ അയച്ചു കൊടുത്തോളാം. അപ്പൊ ഉമ്മ ഓർക്കുമ്പോഴത്തേക്ക് അപ്പൊ നിന്റെ പെരുന്നാൾ സക്കാത്താന്ന് പറഞ്ഞ ഉമ്മക്ക് കൊണ്ട് കൊടുക്ക് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓക്കെ. ഭയങ്കര ഒരു ഭാഗ്യമാണല്ലോ. ഞാൻ പലയിടത്തും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മീൻസ് അമ്മയുടെ കാര്യം വന്ന് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഭാഗ്യമാണ്. ഓക്കെ, ഓൺ സെറ്റ് അസ്കർ എങ്ങനത്തെ ഒരു വ്യക്തിയാണ്? ഭയങ്കര ഡിസിപ്ലിൻഡ് ആണോ അതോ ഭയങ്കര അടിച്ചുപൊളിയാണോ? എന്താ? ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അടിച്ചുപൊളികൾ ആയിരിക്കാണ്. ഈ സെറ്റില് എനിക്ക് എപ്പോഴും ഇങ്ങനെ എല്ലാവരും ഓണായിട്ട് ചാർജ് ആയിട്ട് ഇരിക്കണം. കറക്റ്റ് സമയത്ത് ഞാൻ ഒരു മിനിറ്റിൽ എനിക്ക് താമസിച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണ്. ഷൂട്ടിന്റെ സമയത്ത് എനിക്ക് കറക്റ്റ് എത്തിയേ പറ്റുള്ളൂ. ഞാൻ ഇല്ലെങ്കിൽ അവര് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷൻ. അവരെ ചടിപ്പിച്ചോ? ഇല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് 1 മണിയാവാതെ എഴുന്നേക്കില്ല ഷൂട്ടിംഗില്ലെങ്കിൽ. ഓക്കെ, the support I value the most in my life comes from സപ്പോർട്ട്. ജീവിതത്തിൽ കിട്ടിയേക്കുന്ന ഒരു സപ്പോർട്ട് ആരുമാകാം, ഫ്രണ്ട്സ് ആവാം, ഫാമിലി. ഇതാണ് എനിക്ക് ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ എനിക്കത് കത്തിട്ടോ പറയുന്ന ഓരോ ഇൻസിഡന്റ് വെച്ച് ഞങ്ങളുടെ ഫാമിലി മൊത്തം ഒരു സിംഗ ആയത് ഇത്താത്ത വന്നപ്പോഴാണ്. ഇത്താത്താണോ ഒരു പെണ്ണിന്റെ കുറവുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയില്. ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു ബെസ്റ്റ് സർപ്രൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൊറേ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞ ഈ കൈത്തത്തൊക്കെ തന്നെയാണ് സർപ്രൈസുകളെല്ലാം തരുന്നു. അല്ല എനിക്ക് കാറ് വാങ്ങിച്ചു തന്നു, എനിക്ക് എല്ലാ സർപ്രൈസും തന്നിട്ടുണ്ട് അവര്. തിരിച്ച് ഇക്കാടെ ബർത്ത്ഡേക്ക് ഞാൻ ബാലരമയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കാശില്ല, മറ്റേ നൊസ്റ്റാൾജി ആയിക്കോട്ടെ ഐഡിയ എന്നൊക്കെ പറഞ്ഞേ. എന്നിട്ട് ഇക്ക എന്താ പറഞ്ഞേ? ബാലരമ വാങ്ങിച്ചു കൊടുത്തിട്ട് അത് ഞാൻ ആദ്യമായിട്ട് കേട്ടോ. ബാലരമ മറ്റേ തേൻമിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇക്ക എന്താ ശരിക്കും പറയാ ഇങ്ങനെ കിട്ടുമ്പോ? ശരിക്കും നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒന്ന് പോടാവുന്ന പറയുന്ന റിലേഷൻഷിപ്പ് കൊണ്ടുവച്ചിട്ട് ഞാൻ ചോദിക്കത്തൊന്നുമില്ല, കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ കൊണ്ടുവച്ചിട്ട് പോവും. അല്ല നമ്മൾ അങ്ങനെ അതൊരു ഭയങ്കര ചമ്മലൊരു സാധനമാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ. അയ്യോ രസമുണ്ട് കേട്ടോ. എനിക്ക് കാറ് വാങ്ങിച്ചു, ഞാൻ തിരിച്ച് ബാലരമ വാങ്ങിച്ചു. എനിക്ക് എല്ലാം വാങ്ങിച്ചു. വൺ ഹാബിറ്റ് ഓഫ് ആസിഫ് അലി ദാറ്റ് അന്നോയ്സ് യു. ഇഷ്ടമല്ല എന്നാ വേറൊരു സ്വഭാവം ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? എല്ലാം ഇഷ്ടമുള്ളതാണ് ഇക്കാനെ പറ്റി പറയുന്നത്. ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്? ഇക്കാടെ ഇഷ്ടമില്ലാത്ത കാര്യം ചില സമയം ഭയങ്കര സീരിയസ് ആണ്.
അപ്പൊ ഞാൻ ഓർക്കും ഇങ്ങനെ എന്താണ് ഇത്ര ആറ്റിറ്റ്യൂഡ് പിടിച്ച് രാവിലെ ഇരിക്കണേ എന്ന് ഓർക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ചിലപ്പോ പുള്ളി ഭയങ്കര എനർജിയിൽ നിൽക്കുകയായിരിക്കും. ചിലപ്പോ ഇരുന്ന് എനിക്കത് കറക്റ്റ് ആയിട്ട് അറിയാം. നമ്മളിപ്പോ ഉള്ളപ്പോ എന്റെ ഷൂ എടുത്താൽ തുടച്ചോണ്ടിരിക്കണമെങ്കിൽ പുള്ളിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മുടെ വീട്ടിലെല്ലാവരുടെയും ഷൂവും ചെരുപ്പെല്ലാം ഇടയ്ക്ക് രാവിലെ എന്റെ ക്ലീൻ ചെയ്യും. അപ്പൊ ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് എന്റെ ഷൂ ആണെങ്കിൽ എനിക്ക് ഉറപ്പാ ഇപ്പൊ അടുത്തേക്ക് പോകണ്ട. അപ്പൊ തുടക്കം മറ്റേ നിനക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിച്ചൂടെ, ഇല്ലേ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. കാറൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഇരുന്ന് ഇക്കായിരുന്നു കഴുകും. ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് വരുമ്പോ ഞാൻ ആ സമയത്ത് അപ്പൊ ഇത്താത്ത എന്നെ കണ്ടുകൊണ്ട് കാണിക്കും ഓടിക്കോ. ഇല്ലെങ്കിൽ ഇക്ക ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും അവരവിടെ എഴുന്നേറ്റില്ലേ. അവിടെ പോയി സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്റെ അന്നത്തെ ദിവസം മൊത്തം ഞാൻ കാറ് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിലിറ്ററി ചേട്ടൻ എന്നൊക്കെ പറയണമാരുണ്ട്. ചില സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് എല്ലാം അടിച്ചു പൊളിക്ക് നിൽക്കും. പക്ഷെ ഇതുപോലത്തെ കാര്യങ്ങള് കുറച്ച് അതേപോലെ സ്വഭാവം കിട്ടിയേക്ക്. നിങ്ങൾക്കുള്ള ഞാൻ സിമിലാരിറ്റീസ് ചോദിച്ചില്ല സ്വഭാവത്തിൽ. പെട്ടെന്ന് ദേഷ്യം ഇക്കാക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇക്കാക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ പുള്ളി കുറെയൊക്കെ മാറി. കുറച്ചൊക്കെ പുള്ളി കൺട്രോൾ ചെയ്യാനും പുള്ളി ദേഷ്യം വരുമ്പോ എനിക്ക് അറിയാം, എനിക്ക് ആ സ്മെല്ല് കിട്ടും ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ഞാൻ പരിസരത്തേക്ക് പോവാറില്ല. അസ്കറിന് എങ്ങനെയാ? എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു വിലയില്ല. അതാണ് വീട്ടിൽ ഞാൻ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കോമഡി മൂഡാക്കും. എന്റെ ഈശ്വര, ഞാൻ ഇങ്ങനെയൊന്നും ആവൂന്ന് വിചാരിച്ചില്ല ഈ ഇന്റർവ്യൂ പറയുന്ന കേട്ടപ്പോൾ. ബിക്കോസ് ആ യങ്ങർ ബ്രദർ സാധനം ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്നെ കേൾക്കുമ്പോ ഓരോരുത്തരുടെ അനുഭവം പറയുമ്പോ അതുകൊണ്ട് വല്ലാണ്ട് ചിരിച്ചു പോകുന്നതാ. ഓക്കെ, ഒരു വേസ്റ്റ് അഡ്വൈസ് സിനിമയിൽ വന്നതിന് ശേഷം, അതിപ്പോ ഞാൻ ഇക്കാടെ അടുത്തെന്നല്ല പറയുന്നത്, ആരെങ്കിലും അടുത്തത് സിനിമ വന്ന് കയറി കഴിഞ്ഞപ്പോ എടാ മോനെ ഇങ്ങനെയാണ് കേട്ടോ, അതൊരു വേസ്റ്റ് അഡ്വൈസ് ആയിരുന്നു അസ്കറിന് കിട്ടിയത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇഷ്ടം പോലെ എന്തോരം പേര് ചുമ്മാ റൂട്ടിൽ കൂടെ പോകുന്നവര് നമ്മളോട് ഉപദേശിക്കും, നീ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്തണം, ഓ നീ ഇങ്ങനെ ആയിരിക്കണം കഥ സെലക്ട് ചെയ്യണം, ഓ ഇതൊന്നും ആരും കൊണ്ട് തരാൻ പോകുന്നില്ല. ഉപദേശത്തിന് ഒരു കുറവില്ലാത്ത ഫീൽഡ് സിനിമ. സിനിമയെന്നല്ല എനിക്കൊന്നും ജീവിതത്തിൽ അത് കൊറേ കേട്ടിട്ടുള്ള ഞാന്. ഫാമിലിയിൽ പൊതുവെ എന്താ പറയാ, ഞാൻ പറഞ്ഞ പേരൻസ് അല്ല, അല്ലാണ്ട് നമ്മുടെ ഉണ്ടല്ലോ മൂത്താപ്പ അങ്ങനെയുള്ളവരൊക്കെ തൊടുപുഴ ഏരിയയിലും ഒക്കെ എല്ലാവരും എനിക്ക് വീട്ടിൽ പോകാനുള്ള ഇത് കഴിഞ്ഞിട്ട് ഇല്ല, എന്റെ ഫാമിലി എന്താന്നറിയില്ല, എന്റെ എല്ലാരും ഭയങ്കര സപ്പോർട്ടാ. വാപ്പ പോകുമ്പോ ഒന്നിലും ഇടപെടത്തില്ല. അവരങ്ങനെ വിട്ടേക്കുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്താത്തന്നെ വിളിച്ച് ചോദിക്കത്തുള്ളൂ എന്താണ് അവന്റെ അവസ്ഥ. എല്ലാം ചേച്ചി വഴി ഞാൻ സോപ്പിട്ട് ചേച്ചി അമ്മ മൂടാണ് ശരിക്കും പറഞ്ഞ സമ്മാനം. എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹം, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്കൊരു സിസ്റ്റർ ഇല്ലാത്തത്. ആ ഒരു വിഷമം മാറിയത് ഇത്താത്ത. എപ്പോഴും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇക്കൊക്കെ 2 പിള്ളേരും കൂടെ ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് സമപ്രായക്കാരെയും കിട്ടിയോണ്ട് അവരിവിടെ കഴിയുന്ന സെറാമിക് പോട്ട് തന്നെ ഉണ്ടാക്കാൻ നമ്മൾ ഒരുമിച്ചാണ്, നമ്മൾ കിടന്നുറങ്ങുന്നത് ഒരുമിച്ചാണ്. റൂമിൽ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കിടക്കുന്നതൊക്കെ. അവരുമായിട്ട് ഭയങ്കര ബോണ്ടായിരിക്കും. അവരുടെ മനസ്സിൽ ഞാനും അവരും ഒരേ പ്രായമാണ്, ഒരുപോലെ വഴക്ക് കേൾക്കുന്നു. എന്താ അവര് വിളിക്കുന്നത്? അച്ചൂന്ന് തന്നെ. അച്ചൂന്ന് വിളിക്കുക ആണോ? നമ്മള് അവര് നോക്കുമ്പോ അവര് ചെറുപ്പം പോലെ ഞങ്ങൾ ഒരുമിച്ച് വഴക്ക് കേൾക്കുന്നു, ഒരുപോലെ ഞങ്ങളോട് ഫാമിലിയിൽ എല്ലാരും പെരുമാറുന്നു. ആസിഫ് ഖാൻ എന്താ വിളിക്കുക? അച്ചൂന്നാണ് അസ്കറിനെ വിളിക്കുക. എന്നെ അച്ചൂന്ന് വിളിക്കുന്നത്, അവരൊക്കെ ഡാഡാ മമ്മ എന്നൊക്കെ വിളിക്കും. അല്ല, ഞാൻ ചോദിച്ച ആസിഫ് ഖാനെ വീട്ടിൽ വിളിക്കുന്ന അച്ചു അപ്പൂന്ന് വിളിക്കുക. അപ്പു അച്ചു അല്ലേ? പണ്ടത്തെ എന്റെ പേര് ഞാൻ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അമ്മു, ഇനി അമ്മൂമ്മ ആയാലും എന്നെ അമ്മൂമ്മയെന്നായിരിക്കും വിളിക്കാൻ പോകും, അത് വേറെ കാര്യം. ഓക്കെ, ഇതുവരെ കിട്ടിയത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു കോംപ്ലിമെന്റ് ആയിട്ട് തോന്നുന്നു? ആരെങ്കിലും ആയിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, വാപ്പ ആയിക്കോട്ടെ, ആരെങ്കിലും. എനിക്ക് തോന്നുന്നു ആദ്യം ഹൈയാണ്. ഇക്കടെ പിള്ളേരാണ് എന്നെ ഏറ്റവും കൂടുതൽ. ഇവർക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുത്തുമ്പോ അവര് വാച്ചു അടിപൊളി ക്രാഫ്റ്റ്. ഞങ്ങൾ മറ്റേ ഇതൊക്കെ ചെയ്യും, ഫാൻ ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. മറ്റേ സ്കൂളിൽ നിന്ന് പറഞ്ഞ അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കൂടെ ഇരുന്നാണ്, അതിന്റെ മാസ്റ്റർ പ്ലാൻ ഞാനാണ്. അപ്പൊ എന്റെ ഭയങ്കരമായ ബുദ്ധിയിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ
അവർക്ക് ഇതൊക്കെ ശരിക്കും സ്കൂളിൽ എടുത്തിട്ടുണ്ടോ അതോ കൊച്ചാപ്പാന്നല്ല ശരിക്കും പൊസിഷൻ വെച്ചിട്ട് പറയാം? position വെച്ചതൊക്കെ തന്നെ. ഞാൻ ഓർക്കും അങ്ങനെയായിരിക്കും വിളിക്കാന്ന് വിചാരിച്ചു. സ്കൂളിലൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ സ്വന്തമായിട്ട്? അതോ ഇവര് വന്നു കഴിഞ്ഞപ്പോ ഞാൻ സ്കൂളിൽ ഞാൻ പേരന്റ്സ് മീറ്റിങ്ങിന് പോയിരുന്നിട്ടുണ്ട് ഇവരുടെ കൂടെ. അവരുടെ പേരന്റ്സ് മീറ്റിംഗ് പേരന്റ്സ് മീറ്റിംഗ് ഞാൻ പോയിട്ടിരുന്നിട്ട് ഞാനിങ്ങനെ ഹയോടാന്ന് തോന്നിട്ട് ഞാൻ മാമിനോട് പറഞ്ഞു കുറച്ച് വികൃതിയാന്ന് പറഞ്ഞപ്പോ ഇവിടെ എന്നെ കാലിച്ച് ഒറ്റ ചവിട്ടും. ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെ ചോദിക്കും. മറ്റേ നമ്മള് സിനിമയിലൊക്കെ കാണുന്നവര് വലുതാകുമ്പോ മറ്റേ ഡാഡ അറിയാതെ ഇത് ടീച്ചേഴ്സിനെ കാണാൻ പോകുന്നതിന് മുമ്പ് ഇവരെന്നോട് പറയും അച്ഛൻ ഇത്ര നെർവസ് ആവില്ല. ഞാൻ പറയില്ല എനിക്ക് ടെൻഷൻ ആവുന്നു. പിള്ളേര് പറയും. എനിക്ക് പണ്ട് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് കൈ കാലും പിറക്കും. ഇതിപ്പോ എനിക്ക് തോന്നുന്നു മിക്കവാറും സൗണ്ട് ഒക്കെ സിമിലർ ആയോണ്ടേ ഇവര് വലുതാകുമ്പോ എന്റെ ഡാഡിയാണ് സംസാരിക്കുന്നത് പറഞ്ഞ അച്ചു ഒന്ന് വിളിച്ച് കൈക്കൂലിയൊക്കെ ഇറക്കാൻ ചാൻസ് ഉണ്ടാവും വലുതാകുമ്പോ തോന്നുന്നു. ഓക്കെ, ഒരു സിനിമ മെമ്മറി അത് ഏതും ആയിക്കോട്ടെ, ചിലപ്പോ കൊച്ചിലെ കണ്ടതായിരിക്കാം, വലുതായപ്പോഴായിരിക്കാം, ദാറ്റ് ഫീൽസ് വെരി ക്ലോസ് ടു യു. എനിക്ക് പഴയ സിനിമകൾ ഞാൻ ഈ പറഞ്ഞ എനിക്ക് ചെറിയ ഇമോഷൻ സീൻ മതി ഞാൻ ഇരുന്ന് കരയും. അത് ഞാൻ കരയുന്നത് മറ്റേ ഏങ്ങലടിച്ച് കരയും. ഇന്ന് സൗണ്ട് കേൾക്കുക എനിക്ക് ചെറിയ ഇത് മതി. സിനിമയിൽ എന്തെങ്കിലും ഒരു ഫാമിലി ഇതോ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇരുന്ന് കരയും. അതുകൊണ്ട് എനിക്ക് കുറേ സിനിമകളുണ്ട് ഈ പറഞ്ഞ ഫാമിലി ബോണ്ട് കാണിക്കുന്ന കുറേ സിനിമകൾ. പച്ചക്കുതിര വരെ കണ്ടിട്ട് ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. മറ്റേ ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കുമ്പോ ഞാൻ ഇരുന്ന് അത് എനിക്ക് ഇതാണ് എനിക്ക് ഇമോഷണൽ സീൻസ് ഒന്നും സഹിക്കാനുള്ള ഒരു കഴിവില്ല. ഞാൻ ഇരുന്ന് കരയും. പ്രത്യേകിച്ച് ഒരു സിനിമ പറയാനില്ല. സിനിമ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് അങ്ങനെ എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. പഴയ എല്ലാ സിനിമകളും മനുമക്കള് അത് ഇത് എല്ലാം. അതേപോലെ ആസിഫ് എപ്പോഴെങ്കിലും ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിലായിക്കോട്ടെ? മീൻസ് ഐ നോ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് അസ്കറിന്റെ ഒരു പോസ്റ്റിന്റെ താഴെ അസ്കർ ഇട്ടേക്കുന്ന റൈറ്റിങ്സ് കാണുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ഇഷ്ടമാണ് ഇക്കാനെയുള്ളത്. അതായത് ഐ ലവ് യു കൊറേ എന്തോ കൊറേ എഴുതി വെച്ചിട്ട് ഐ ലവ് യു കൊറേ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് തോന്നുന്നു അത് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള എഴുത്താ വരുന്നത്. അത് ഇക്കാടെ ബർത്ത്ഡേക്ക് ഇക്ക എന്റെ ഫ്രണ്ട്സിന് ചെലവ് ചെയ്യാൻ വേണ്ടി എനിക്ക് കാശ് അയച്ചു തന്നിട്ടായിരിക്കും ഞാൻ ചിലപ്പോ അത് കഴിഞ്ഞ ഉടനെ അക്കൗണ്ടിൽ പൈസ കൊറേ ലഭ്യം. അത് എല്ലാ പരിപാടിക്കും ഞാൻ ഇത്താത്താനെ വിളിക്കും. ഇത്താത്ത ഇക്കാടെ ബർത്ത്ഡേ ആണ്, ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്, എന്റെ ഫ്ലാറ്റിൽ ആഘോഷമാണ്. ശരിക്കും ഇങ്ങനെ ചിൽ മൈൻഡാണ് നേരം ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചു പോട്ടെ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമ്മള് കൊറേ അല്ലാത്ത വിശേഷങ്ങൾ പറഞ്ഞു. ഞാനിപ്പൊ മൂവിയുടെ എക്സ്പെക്ടേഷൻസ് രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇത്ര ഓർത്തില്ല കേട്ടോ ഓസ്കർ ഇങ്ങനെ ചിരിച്ച് കവിളൊക്കെ വേന എടുക്കുന്നു. ഓക്കെ, നമ്മള് സംഭവത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ എന്തായിരിക്കും ഇപ്പൊ നമ്മൾ വെറുതെ ഞാൻ പറഞ്ഞ പോലെ മലയാളികൾക്ക് ത്രില്ലേഴ്സ് എന്നും ഇഷ്ടമാണ്, എന്തായിരിക്കും ആൾക്കാർ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് പറയാം? ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ്, ഒരു മിസ്റ്ററി ത്രില്ലറാണ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കഥയും ഭയങ്കര ഒരു കിടിലൻ സ്ക്രിപ്റ്റാണ്. ഇത് ഇതുവരെ നമ്മൾ കാണാത്തൊരു പരിപാടിയാണ് മലയാളത്തിൽ. ഞാനത് ഒത്തിരി അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് പോകും. ആ ഷോർട്ട് ഫിലിം നിർത്തിയേക്കുന്ന പോലെ അവിടെ നിന്നുള്ള ഒരു സസ്പെൻസ് പരിപാടി ഉണ്ട് സിനിമയ്ക്ക്. പിന്നെ അസ്കറിന് അതേപോലെ തന്നെ നമ്മളിപ്പം പറയും മലയാളത്തിൽ കണ്ടന്റ് ആണ് ദ കിങ് എന്ന് പറയും. ഇപ്പം നമ്മൾ നിങ്ങളിപ്പം പറഞ്ഞ മാതിരി എന്നെ പോലെയുള്ള ഒരു ആക്ടറിനെ വെച്ച് തുടങ്ങി എന്നുള്ളതൊക്കെ പറയുമ്പോഴും കണ്ടന്റ് കിടുവാണെങ്കിൽ ആൾക്കാർ ഒബ്വിയസ് ആയിട്ട് വരും എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ടല്ലോ. അല്ലാണ്ടും ഉള്ള സിനിമകളുണ്ട്. ഇപ്പൊ നമ്മള് മേ ബി തിയേറ്ററിലായിരിക്കില്ല അത്ര അപ്ലോസ് കിട്ടുന്നത്, ചിലപ്പോൾ അല്ലാണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ എന്താണ് ആഗ്രഹം? ആഗ്രഹം ഉറപ്പായിട്ടും തിയേറ്ററിലും OTT ഇറങ്ങുമ്പോഴും ഒക്കെ ആൾക്കാർ കാണണം, രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റണം, നല്ല നമ്മള് ആഗ്രഹിക്കുന്ന സ്ക്രിപ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂവും ഇതൊക്കെ ഉണ്ടായെടുക്കുക. ഇതിന്റെ ഇടയിൽ ഒരു ടെമ്പിൾ ഒക്കെ പോലെ അത് സെറ്റ് ഇട്ടേക്കുന്നല്ലേ നിങ്ങള്? എന്തൊരു ഞാൻ പറയാനുള്ള അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ഞാൻ പറയുന്നില്ല. അല്ല ഇട്ടതാണ് ഞാൻ ചോദിക്കാം, അതൊക്കെ എന്തായാലും സെറ്റപ്പ്. അത് സിനിമ കാണണം, അതിനൊക്കെ കുറെ കഥ പറയാനുണ്ട്. ഓക്കെ, അപ്പൊ ഐ ഹോപ്പ് ഈ സിനിമയ്ക്ക് ശേഷം നമ്മൾ ഒന്നോടെ ഇരിക്കും വിത്ത് ഹോൾ ടീം. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. അടിപൊളിയാവട്ടെ, രക്ഷപ്പെടട്ടെ എല്ലാവരും. എനിക്ക് ഏതൊരു ഇന്റർവ്യൂല് പറയുന്നത് ഇവന് ഇതുവരെ രക്ഷപ്പെട്ടില്ലേന്ന് ആരോ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇവന് എല്ലാ ഇന്റർവ്യൂലും ഇത് തന്നെയാണല്ലോ പറയുന്നത്. ഏതായാലും ഇത്തവണ നമുക്ക് നോക്കാം. ശരി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.